കൊടുങ്കുറ്റവാളിയായ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശയായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും ജയിൽ DIG റിപ്പോർട്ട് കൊടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം ഒരു പരിശോധനയും അവിടെ നടന്നില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ഗോവിന്ദസ്വാമി ഇന്ന് തൃശൂർ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കനത്ത സുരക്ഷയുള്ള വിയ്യൂർ സെൻട്രൽ ജയിലാണ് ഹാർഡ് കോർ ക്രിമിനലായി ഇയാൾക്ക് പറ്റിയ സ്ഥലം എന്ന് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരം ചേരും. അതുപോലെ കണ്ണൂർ ജയിലിലെ ഗുരുതര വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പയും ചേരും. പോലീസ് ആസ്ഥാനത്തെ പുതിയ നീക്കങ്ങളുമായി ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്, ഗുരുതരമായ വീഴ്ചയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ പോലെ ഇത്രയും ഹാർഡ് കോറായിട്ടുള്ള ക്രിമിനൽസിനെ താമസിപ്പിക്കുന്ന ഒരു ജയിലിൽ ഒരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ഈ ഗോവിന്ദസ്വാമി 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ആണോ താമസിച്ചിരുന്നത്? അത്ര കൂടുതൽ സൗകര്യങ്ങൾ, മൊബൈൽ ഫോണ്, അദ്ദേഹത്തിന് വലിഞ്ഞുകയറി പോകാനൊരു തുണി, രക്ഷപ്പെടാനുള്ള സഞ്ചികൾ, എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. നമുക്ക് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇത്തരം വൃത്തികേടുകൾക്ക് കാവൽ നിന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ. പറയൂ ഷബീദ് റാവുത്തർ. ഒരു ഞെട്ടലോടെ അല്ലാതെ നമുക്ക് ഈ വാർത്ത പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, 1.5 മാസം നീണ്ട അയാളുടെ ആസൂത്രണം അത് സഹതടവുകാർക്കുൾപ്പെടെ അറിയാമായിരുന്നു. കൂടാതെ ഇയാൾ ഉപയോഗിച്ച വസ്തുക്കൾ, അതെങ്ങനെ ജയിലിനുള്ളിലേക്ക് കയറി, മാത്രവുമല്ല എണ്ണയടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പലതവണയായി കമ്പി മുറിച്ചു. അതിനുശേഷം കമ്പി തുണി കൊണ്ട് ചുറ്റി, ഒടുവിൽ മതിൽ ചാടിക്കിടക്കാൻ അവിടെ പാല് കൊണ്ടുവരുന്ന ഡ്രം ഉപയോഗിച്ചു, വീപ്പ ഉപയോഗിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങൾ നടന്ന കേരളത്തിലൊരു കൊടും കുറ്റവാളി ജയിൽ ചാടി പോയിട്ടും ആസൂത്രണം 1.5 മാസം നടന്നിട്ടും സഹതടവുകാർക്ക് അടക്കം അറിയാമായിരുന്നിട്ടും ജയിൽ ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കിയില്ല. അവർക്ക് ആ വിവരം കിട്ടിയില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജയിൽ ഇന്റലിജൻസ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. മാത്രവുമല്ല അതാണ് ജയിൽ മേധാവി വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അടിയന്തര യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ ഇന്ന് 11 മണിക്കാണ് യോഗം ചേരുക. അതിൽ ജയിൽ മേധാവി, അതേപോലെ തന്നെ ജയിൽ DIGമാർ, ജയിൽ സൂപ്രണ്ടുമാർ അതടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ഇന്ന് ജയിൽ മേധാവി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിലെ വീഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിവരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കൂടാതെ ഏത് സാഹചര്യത്തിലാണ് ഈ ജയിൽ ചാട്ടം ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ജയിലുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മേധാവി കണ്ണൂരിലെത്തി ഒരു യോഗം ചേരാനിരിക്കവെയാണ് ഈ വീഴ്ച ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരശേഖരണമായി ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് ഏതാണ്ട് 10,375 തടവുകാരാണുള്ളത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ള ഒരു പരാതി ഇതിനോടകം തന്നെ സജീവമായി ഉയരുന്നുണ്ട്. നിലവിലെ ചട്ടപ്രകാരം ഏതാണ്ട് 5000-ഓളം അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാർ നമ്മുടെ ജയിലുകളിൽ ആവശ്യമായി വരും. അതടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. മാത്രവുമല്ല ജയിൽ പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ ഉപദേശ സമിതിയുടെ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരുപക്ഷെ ചില നിർദ്ദേശങ്ങൾ കൂടി ഇന്ന് മുന്നോട്ട് വെക്കാനും സാധ്യതയുണ്ട്. അതേസമയം പാരലൽ ഈ വിഷയത്തിൽ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസ് അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരവും പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറിയ പ്രാഥമിക വിവരത്തിലും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ജയിലിന് സംഭവിച്ചുവെന്ന് പറയാതെ പറയുന്നുണ്ട്. ഏതായാലും അതടക്കമുള്ള വിഷയങ്ങളുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉടൻ നൽകുകയും ചെയ്യും. SK